കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. ഞാൻ ഇന്ന് നല്ലൊരു ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ് നല്ല മൂത്ത വരിക്കച്ചക്കയാണ്. ഞാനപ്പോൾ ഇതിൻ്റെ പകുതി എടുത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ചേർത്ത് എടുത്ത് കുരുവൊക്കെ കളഞ്ഞ് കുരു സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കാൻ എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ ചക്ക നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചക്ക അടുപ്പത്ത് വയ്ക്കാം. ഇപ്പം ചക്കപ്പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇപ്പോൾ സീസണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ നന്നാക്കി വെച്ചിട്ടുള്ള ഈ ചക്ക ഇതും കണ്ട, ഇതാണ് നല്ല ചെറുതായിട്ട് നന്നായിട്ട് മൂത്ത ചക്കയാണ് കേട്ടോ. ചക്ക നോക്കുമ്പോൾ നമ്മളെല്ലാവരും തിന്നും അല്ലേ? അങ്ങനെ തന്നെ നമ്മുടെ വയറ് നിറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഞാനും കുറച്ച് ചക്കച്ചളയൊക്കെ തിന്നു. എങ്കിലും നമ്മൾ അപ്പം ഞാനിത് ഒന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം ചീനച്ചട്ടിയിലാകുമ്പോൾ കടയൊന്ന് വറുത്തിട്ടിട്ട് അടച്ചാൽ മതി. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. 2-3 ഉണക്കമുളകാണ്. ഉണക്കമുളക് ചക്കയുടെ ആ ഓണത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കറിവേപ്പില, നമുക്ക് പച്ചക്കറിവേപ്പില വാങ്ങിയതിന് ശേഷം ഇടാം. ഇത് ഇത്തിരി വാടിപ്പോയി, ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പിലയാണ്. അപ്പോൾ അത് ഉണക്കമുളക്. പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. കടുകിന് പൊട്ടിയിടുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ചക്കയാണ്. ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക അതിലേക്ക് ചക്കയിലിട്ട് കടുക് മുളക് കടുകൊക്കെ വറുത്തിടുമ്പോൾ എനിക്ക് കടുക് മുളക് കരിവേപ്പിലേക്ക് ഇടുന്നു. ഇത് ഇത്തിരി വേവുള്ള ചക്കയാണ്, അതുകൊണ്ട് നമുക്കത് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം നന്നായിട്ട് വേണ്ടേ, ചുരുക്കായിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി. അധികമായാൽ രസനാണ്. അതുകൊണ്ട് നമുക്ക് പാകത്തിന് കടുക് മുളകും കരിവേപ്പിനും ഇടുമ്പോൾ ചുമ വരാത്ത ആരെങ്കിലും ഉണ്ടോ? ചെറുതായിട്ട് നമുക്ക് എല്ലാവർക്കും ചുമ വരും. അപ്പോൾ കടുക് മുളകിൻ്റെ ചക്ക ഇട്ടു. ഇനി
മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. അതുപോലെ ആവശ്യത്തിന് ഒരു ശകലം മുളക് പൊടി ഇടുക. കാരണം ഇപ്പോഴത്തെ പച്ചമുളകിനൊന്നും എരിവില്ല. എരിവ് വേണം ചക്കയ്ക്ക്. എരിവുണ്ടെങ്കിലാണ് ചക്കപ്പുഴുക്ക് തിന്നാനായിട്ട് നല്ല സ്വാദ് കിട്ടുള്ളൂ. ഇപ്പം മഞ്ഞളും ഇതുവിട്ട് ചക്ക നന്നായിട്ട് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഒരു അരപ്പ് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് അല്ല പച്ചമുളകാണ്. കിടന്ന് പഴുത്ത് പോയത് കൊണ്ടാണ് പഴുത്ത മുളക് എടുക്കുന്നത്. അതുപോലെ 2-3 ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 4 പച്ചമുളക്. അതുപോലെ ചെറിയ ഉള്ളി എത്ര ചേർത്താലും നല്ലതാണ്. കാരണം തോരൻ്റെ സ്വാദ് കിട്ടണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കണം. അപ്പം ചെറിയ ഉള്ളി ചേർക്കാം. ഈ ചക്ക ആദ്യമായിട്ടൊരു പുഴുക്ക് വയ്ക്കുന്നതാണ് ഗൈസ്. അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ്. എന്തായാലും ഇന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതും കൂടി നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് 3-4 ചെറിയ ഉള്ളി, പച്ചമുളക്, അതുപോലെ ഇത് കഴിഞ്ഞ ദിവസം എടുത്ത് നമ്മുടെ തേങ്ങയാണ്. ആ തേങ്ങ വല്ലാതെ കൊത്തിയെടുക്കാനേ പറ്റുള്ളൂ. കാരണം വല്ലാതെ മൂത്ത് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനത് കൊത്തി തന്നെ എടുക്കുകയാണ്. തന്നതിനേക്കാളും എനിക്ക് ഈസി ഇതാണ്. ഇങ്ങനെ അങ്ങ് അരിഞ്ഞെടുത്താൽ നമുക്ക് എളുപ്പം തന്നെ കാര്യം നടന്ന് കിട്ടും. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും സ്വാദാണ്. പക്ഷെ നമുക്ക് കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. ഇതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കാരണം ആ തേങ്ങ കങ്ങിപ്പോകുന്നു. ഇപ്പോൾ ഉണക്കക്കാലായതുകൊണ്ട് തന്നെ ഈ തേങ്ങ ഉണ്ടല്ലോ, നമ്മളെത്ര വെള്ളത്തിലിട്ടൊക്കെ വെച്ചാലും അത് ചിരണ്ടി എടുക്കാൻ പ്രയാസം. അതുകൊണ്ടാണ് ഞാനതിനെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, പിന്നെ വേണ്ടത് കുറച്ച് ജീരകം, നല്ല ജീരകം അല്ലേ. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇത്തിരി ജീരകം. അതുപോലെ തന്നെ ഇത് കുരുമുളകാണ്. വേണ്ട കുരുമുളക് ഒരു 3-4 മതി. കാരണം കുരുമുളക് ചേർക്കുന്നത് ചക്കയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, കുരുമുളക്, അതുപോലെ ജീരകം. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരയുണ്ടാവുന്ന നന്നായിട്ട് ചതച്ച് എടുത്താൽ മതി.
അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ ചക്കയൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടും ഒന്നുപോലെ വെന്ത് വരട്ടെ. മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ പറ്റിയിരിക്കുന്നത് നമുക്കിങ്ങനെ കോരാനായിട്ട് ശകലം കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില നമുക്ക് അഞ്ചാറും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്രയാണെന്ന് അത്രയും ടേസ്റ്റാണ്. നമുക്ക് അരപ്പ് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ആ തേങ്ങയും ഉള്ളിയും കുരുമുളകിൻ്റെ എല്ലാത്തിൻ്റെ ആ ഫ്ലേവർ ആ ചക്കയിലേക്ക് ഇറങ്ങി നന്നായിട്ട് കുഴഞ്ഞു വരണം. അപ്പോഴാണ് ചക്ക ആകുമ്പോൾ തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് വരുന്നത്. ഉപ്പ് പാകണോ നമുക്ക്? നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചക്ക അവിയൽ. അപ്പം നമുക്കത് ഒത്തിരി പ്ലേറ്റിലേക്ക് എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ എടുത്ത് തിരിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പ്ലേറ്റിലാണ് എടുത്ത് കഴിക്കാറ്. നമ്മുടെ ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് റെഡിയായി. നല്ല ആവി പറക്കുന്ന ചക്കപ്പുഴുക്ക് റെഡിയായിട്ടുണ്ട്.
ഇതാണ് ഗൈസ്, ഇതാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ചെറിയ ഉള്ളിയുടെയും എല്ലാ ടേസ്റ്റും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിതിലൊരു സാധനം കൂടി ഇട്ടിട്ടുണ്ട്, ഇത്തിരി പച്ചമുളകും ലേശം മുളക് പൊടി. ഇപ്പോൾ ചോറിൻ്റെ കൂടെയും കഴിക്കാം, നമുക്ക് കാപ്പിക്ക് കഴിക്കാം, അല്ലാതെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പുഴുക്ക്. ഓക്കേ, ഹായ്, ബൈ. പിന്നെ ചക്കപ്പുഴുക്ക് കഴിച്ച് നോക്കട്ടെ, അടിപൊളിയാണ്.